ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ 5ാം മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയോട് 6 വിക്കറ്റിന് ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ടീം 49.4 ഓവറിൽ 241 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടിയായി ടീം ഇന്ത്യ വെറും 42.3 ഓവറിൽ ലക്ഷ്യം പിന്തുടർന്നു. ഗംഭീര വിജയമാണ് ഇന്ത്യ നേടിയത്. വിരാട് കോഹ്ലി പുറത്താകാതെ 100 റൺസ് നേടി. തന്റെ കരിയറിലെ 51ാമത്തെ ഏകദിന സെഞ്ചുറിയാണ് വിരാട് കോഹ്ലി പൂർത്തിയാക്കിയത്. പാകിസ്ഥാനെതിരായ വിജയത്തോടെ ടീം ഇന്ത്യ സെമി ഫൈനലിലേക്കുള്ള സ്ഥാനം ഏതാണ്ട് ഉറപ്പിച്ചു. മറുവശത്ത് ആതിഥേയരായ പാകിസ്ഥാനാകട്ടെ ഏതാണ്ട് പുറത്താവുകയും ചെയ്തു. ടീമിന്റെ തുടർച്ചയായ 2ാം തോൽവിയാണിത്. ഇനി ബംഗ്ലാദേശും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരത്തെ ആശ്രയിക്കുകയും ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം എന്ത് വില കൊടുത്തും ജയിക്കുകയും അവർക്ക് വേണം. എന്നിരുന്നാലും നടന്നുകൊണ്ടിരിക്കുന്ന ടൂർണമെന്റിലെ തന്റെ ടീമിന്റെ യാത്ര ഇപ്പോൾ അവസാനിച്ചു എന്ന് മുഹമ്മദ് റിസ്വാനും സമ്മതിച്ചിട്ടുണ്ട്. ഇന്ത്യയോടുള്ള തോൽവിക്ക് ശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഒരു വലിയ പ്രസ്താവനയാണ് നടത്തിയത്. മറ്റ് മത്സരങ്ങളുടെ ഫലങ്ങളെ ആശ്രയിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് റിസ്വാൻ പറയുന്നു. ഇന്ത്യക്കെതിരായ മത്സരത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് മുഹമ്മദ് റിസ്വാൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ യാത്ര അവസാനിച്ചു എന്ന് ഞാൻ പറയും. അത് സത്യമാണ്. അടുത്ത മത്സരത്തിൽ ബംഗ്ലാദേശ് ന്യൂസിലൻഡിനോടുള്ള മത്സരവും ന്യൂസിലൻഡ് ഇന്ത്യയോടുള്ള മത്സരവും നമ്മൾ ബംഗ്ലാദേശിനോടുള്ള മത്സരവും ഒക്കെ വിലയിരുത്തിയാകും നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. മറ്റ് മത്സരങ്ങളുടെ ഫലങ്ങളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് ഈ സാഹചര്യം ഇഷ്ടമല്ല. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരുന്നു. ന്യൂസിലൻഡിനോടും ഇന്ത്യയോടുമുള്ള തോൽവികൾ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ മറ്റ് ഫലങ്ങൾ നോക്കാൻ ഞങ്ങൾ ഇനി ആഗ്രഹിക്കുന്നില്ല. അബ്രാർ അഹമ്മദിന്റെ ബൗളിംഗ് ഒരു പോസിറ്റീവ് സൂചനയാണ്. പക്ഷേ 3 മേഖലകളിലും ഞങ്ങൾ പരാജയപ്പെട്ടു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 3-4 മത്സരങ്ങളിൽ ഞങ്ങൾ വരുത്തിയ അതേ തെറ്റുകൾ തന്നെയാണ് ഞങ്ങൾ വീണ്ടും വരുത്തിയത്. ഇന്ത്യ നമ്മളെക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുകയും ധൈര്യം കാണിക്കുകയും ചെയ്തിരിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ധൈര്യമില്ലായിരുന്നു. ഞങ്ങൾ ഈ മേഖലയിൽ അപര്യാപ്തരാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. 3ാം വിക്കറ്റിൽ മുഹമ്മദ് റിസ്വാനും സൗദ് ഷക്കീലും 104 റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. പക്ഷെ ടീം 241 റൺസിന് ഓൾ ഔട്ടായി. ബാറ്റിംഗിനു ശേഷം ബൌളിംഗിലും ടീമിന്റെ പ്രകടനം മോശമായിരുന്നു. 10 ഓവറിൽ 28 റൺസ് വഴങ്ങി 1 വിക്കറ്റ് വീഴ്ത്തിയ അബ്രാർ അഹമ്മദ് മാത്രമാണ് പിടിച്ചുനിന്ന ഏക ബൌളർ. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.